ഞാൻ സിംഗിളായ ടൈമിൽ ഫെമിനിസ്റ്റുകളായ സ്ത്രീകളിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യം ഞാൻ നേരിട്ടത് ഒരു കാര്യത്തിലാണ്. സങ്കടമൊന്നും ഇല്ലല്ലേ, അത് പ്രശ്നമല്ലല്ലേ, വിവാഹമോചനം എഫക്റ്റ് ചെയ്തിട്ടില്ലല്ലേ, അതോ ഇനി അഭിനയിക്കുകയാണോ? അതിന് അവർ ചോദിക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ഒരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ കരയും, വളരെയധികം കരയുന്ന ഒരാളാണ്, വളരെ സെൻസിറ്റീവാണ്. പക്ഷെ അത് എന്നിടങ്ങളിൽ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ. ഈ ചോദിക്കുന്നവരൊന്നും എൻ്റെ പ്രിയപ്പെട്ടവരല്ല. തളർന്നു കിടക്കുന്ന ഒരാളെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് ഫെമിനിസം. അല്ലാതെ ഒന്ന് വീണു എന്ന് തോന്നുന്നവരെ വീണ്ടും 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 ആ ക്വസ്റ്റ്യൻ ചോദിച്ച് അതിൻ്റെ കാരണം അറിയാതെ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഒരു സ്ത്രീ. അവർക്ക് അറിയേണ്ടത് ആ ഡിവോഴ്സിൻ്റെ ആ സമയത്ത് അവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കണം. എനിക്ക് അവരുമായിട്ട് മാനസികമായിട്ട് കംഫർട്ടബിൾ അല്ല. കാരണം ഞങ്ങൾ തമ്മിൽ സഹപാഠിയായിരുന്നു എന്നതിലപ്പുറം വർഷങ്ങളായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല. ആ ഒരാൾ പെട്ടെന്ന് വന്നിട്ട് എന്നോട് എൻ്റെ വിവാഹ ജീവിതത്തിൽ വളരെ സ്വകാര്യമായ ചില കാര്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥയല്ല എന്നെൻ്റെ ഉള്ളിലറിയാം. എങ്കിലും തുടക്കത്തിൽ ഞാൻ മാന്യമായിട്ട് പ്രതികരിച്ചു. പിന്നെ പ്രതികരണം കിട്ടാതെ വന്നപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. അപ്പം ഫെമിനിസം എന്താണ്? റിയൽ ഫെമിനിസം എന്താണ്? തളർന്നു കിടക്കുന്ന ഒരുവളെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക, അതാണ് ഞാൻ മനസ്സിലാക്കിയ ഫെമിനിസം. പിന്നെ ഫെമിനിസത്തിനേക്കാൾ ഉപരിയായിട്ട് ഹ്യൂമനിസം എന്നതിലാണ് എനിക്ക് വിശ്വാസം. കാരണം ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഒറ്റപ്പെട്ട സ്ത്രീകളോട് പുരുഷന്മാർ ചോദിക്കില്ല, എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു സ്ത്രീക്കെതിരെ എന്തെങ്കിലും ഒരു ബാഡ് കമൻസ് അവരിട്ടാൽ ഫേസ്ബുക്കിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒരു സ്ത്രീക്കെതിരെ ഒരു ബാഡ് കമൻസ്, ഒരു ഇച്ചിരി എന്തെങ്കിലും എഴുതുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ പറ്റി പ്രതികരിക്കുകയോ ചെയ്യുന്ന സ്ത്രീക്കെതിരെ ഒരു പുരുഷൻ ഒരു ബാഡ് കമൻറ്റ് ഇട്ടാൽ മറുഭാഗത്തുള്ള സ്ത്രീകളായിരിക്കും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ആ പുരുഷനെ കൊണ്ട് വീണ്ടും 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 അത് വലുതാക്കി പ്രശ്നമാക്കി മറ്റേ അപ്പുറത്തെ വശത്ത് നിൽക്കുന്ന സ്ത്രീയെ തളർത്തി കൊന്നിടാൻ വരെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പുരുഷന്മാരായിരിക്കത്തില്ല, സ്ത്രീകൾ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് ഫെമിനിസത്തിൻ്റെ യഥാർത്ഥ ഒരു അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഒരുപാട് സ്ത്രീകൾക്ക് അതൊരു താങ്ങും തണലുമായിരിക്കും.